എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ മോനെ, നീ ഇവിടെ വരുന്ന ഇരിക്കാൻ വരുന്ന? അപ്പൊ അമ്മ വീഡിയോ തുടങ്ങട്ടെ. അപ്പൊ ഞങ്ങള് ഇന്ന് Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പേ. അപ്പൊ അതിന്റെ റിപ്ലൈ വീഡിയോ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വന്നത്. അപ്പൊ ആവസിന്റെ അച്ഛന് ജോലി തിരക്കായതുകൊണ്ട് ഇരിക്കാൻ പറ്റിയില്ല. അപ്പൊ ആവസിനെ കൂട്ടാന്ന് വിചാരിച്ചു. കാരണം ആവസിനോട് ചോദിക്കേണ്ട 2-3 ചോദ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. 2-3 കുറച്ച്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിക്കുമോനെ, ഒച്ചാക്കിക്കൂടാ? ഒച്ചാക്കിക്കൂടാന്ന് പറയുമ്പോഴേ നമ്മൾ ഈ പോസ്റ്റ് ഒച്ചാക്കിക്കൂടാ. ഞങ്ങൾ ഈ പോസ്റ്റ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗസിൻ്റെ ഒരു ഫാനാണ്, ഭയങ്കര ഫാനായിട്ടുള്ള ഒരാൾ അയച്ചിട്ടുള്ളതാണ്. മൈ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട്, നിങ്ങളുടെ ലൈഫിൽ ഫാമിലിയുടെ പുറത്തുള്ള ഒരാളെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ആരാവും എടുത്തു പറയുക എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതായത് ഫാമിലിയിലുള്ള ഇപ്പോൾ ഏതെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കുറിച്ചായിരിക്കും പറയാണ്ടി വരിക അല്ലേ. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ, ഫാമിലി അല്ലാതെ പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാമകൃഷ്ണേട്ടനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ വ്ളോഗിലൊക്കെ. തിരുവനന്തപുരത്ത് ഞങ്ങൾ പോയിട്ട് താമസിക്കണൊക്കെ നമ്മളൊരു ഫാമിലി ഫ്രണ്ടാണ്. ഹൗസിൻ്റെ കുറി തേഞ്ഞുണ്ട്. അയ്യോ, ഫാമിലി ഫ്രണ്ടാണ് രാമകൃഷ്ണേട്ടൻ. അവരെ കുറിച്ച് എടുത്തു പറയും. കാരണം ഹൗസിൻ്റെ കുറേ കാര്യങ്ങൾക്ക് അവർ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഒന്നും പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ നമ്മളെ കൂടെ, എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുന്നതിന് എന്തെങ്കിലും ഒരായിട്ട് കാര്യം കാണാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. നമ്മളത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ രാമകൃഷ്ണേട്ടൻ അങ്ങനെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അങ്ങനത്തെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് അറിയാം. പിന്നെ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ ഹാർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, ഫോട്ടോ ആയതുകൊണ്ട്. പിന്നെ ഹൗസിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പാരൻസ് എവിടെയാണ്, വീഡിയോയിൽ കാണിക്കുമോ? ആതിര പറഞ്ഞിട്ട് ആതിര ശ്രീനിധി അല്ലേ, ശ്രീനിത്ത് ആണ് ചോദിച്ചിട്ടുള്ള ഈ ചോദ്യം. ഹൗസിൻ്റെ അച്ഛന് ഞങ്ങളുടെ പാരൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പം ഞങ്ങളുടെ പാരൻസ്, എൻ്റെ അമ്മയും അച്ഛനും വീഡിയോയിൽ അങ്ങനെ വരാറില്ല. അച്ഛൻ, അതായത് അമ്മേരെ അച്ഛൻ ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ പറഞ്ഞിട്ട് വ്ളോഗായിട്ടൊന്നും ഇട്ടിട്ടില്ല, റീലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മ വീഡിയോയിൽ വരാറില്ല പൊതുവെ, എൻ്റെ അമ്മ കേട്ടോ. പക്ഷെ നമ്മൾ അവരെ കൂടെ ഇരുന്ന് കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഓർമ്മകളായിട്ട്. അമ്മ എപ്പോഴാണ് ആ വീഡിയോ ഇട്ടോന്ന് പറയണപ്പോൾ നമ്മൾ ഇടും. അപ്പോൾ അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ രാഗിയുടെ അമ്മ അച്ഛനൊക്കെ വീഡിയോയിൽ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ഓണത്തിൻ്റെ ഒക്കെ വീഡിയോയിൽ ഹൗസിൻ്റെ അച്ഛൻ്റെ ഫാമിലി ഉണ്ടാവാറുണ്ട്. ഏകദേശം ഫാമിലീസിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ വ്ളോഗിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴും കാണാറില്ല, എപ്പോഴും ഞങ്ങളായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പിന്നെ അയൺ ലേഡി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളിൽ 3 എണ്ണം പറയുന്നു. അതൊരു നല്ലൊരു ചോദ്യമാണ്. എൻ്റെ 3 ആഗ്രഹം പറയാം, ഹൗസിൻ്റെ 3 ആഗ്രഹം പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഹൗസിനോട് ചോദിക്കാം. ഹൗസിൻ്റെ വലിയ ആഗ്രഹങ്ങളിൽ 3 ആഗ്രഹങ്ങൾ എന്തൊക്കെ പറഞ്ഞു? നല്ലൊരു വീട്, പിന്നെ നല്ലൊരു ഫാമിലി, ദൈവാനുഗ്രഹം. ഇതാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ഒരു അറിവിനനുസരിച്ചുള്ള ഉത്തരമാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, വലിയ ആഗ്രഹമാണ് എനിക്ക്. എൻ്റെ അച്ഛനും അമ്മയും എനിക്കിപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റണില്ലാത്ത അവസ്ഥയാണ്, പറ്റാത്ത അവസ്ഥയാണ്. പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട് അവരെ. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ എനിക്ക് അവർക്ക് അവരുടെ കുറേ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് നോക്കണം എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അതിന് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മ ഈ പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞ നല്ലൊരു ഫാമിലി, അതായത് നല്ല ആരോഗ്യമുള്ള. പിന്നെ എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് വീടാണ്. എനിക്ക് വീടില്ല. വീട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയ വീട് എനിക്കുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിൻ താമസിച്ച് വളർന്ന വീടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വീടല്ലല്ലോ. നമ്മുടെ വീട് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും നമ്മുടെ പേരിൽ നമുക്കായിട്ട് തരാം.
തന്നു കഴിഞ്ഞിട്ടും ഉണ്ടാവുന്ന വീടാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വീടില്ല. അതുകൊണ്ട് നമ്മളൊരു വീടില്ലാത്ത ആളാണ്. അപ്പം നമുക്കൊരു വീട് ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹമാണ്. അതിനെക്കുറിച്ച് ഞാൻ ആവശ്യനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട് എങ്ങനെ ആയിരിക്കണം, ആ വീട്ടിൻ്റെ ഫസ്റ്റ് ഡേ എനിക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയണ്ട. ഇപ്പൊ പറയണ്ട. ഈ വീട് അടുത്തന്നെ കെട്ടിക്കഴിഞ്ഞാല് നമ്മള്, അതായത് ആ വീട്ടിൽ താമസിക്കുന്ന ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും പുറത്തിറക്കണം. അപ്പൊ അന്ന് പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം. മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ മക്കളുണ്ട് 2 പേരും. അവർ കലാപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എന്താണ് അവരിലുള്ളത് നമുക്ക് അറിയില്ല. അപ്പം അവരെ ഒരു നല്ല നിലയിൽ പൊസിഷനിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആവശ്യത്തിന് കലാപരമായിട്ടുള്ള കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ പിന്നാലെ പോണത്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമ്മളെ ഫിലിം സ്റ്റാറിൻ്റെ മക്കളൊന്നല്ല ഞാൻ. അതുകൊണ്ട് എൻ്റെ മക്കൾക്കും കിട്ടാൻ കുറേ പണിയുണ്ട്. ഞങ്ങൾ ഫിലിം ഫീൽഡുമായിട്ടൊന്നും അങ്ങനെ റിലേഷൻ ഉള്ള ആളൊന്നുമല്ല. അപ്പം ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് തീർച്ചയായിട്ടും അവർ കലാപരമായിട്ടും, എൻ്റെ മോനായാലും അവൻ ഏത് മേഖലയാണോ അവനക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ആ രീതിയിൽ കൊണ്ടുപോയിട്ട് ഉയർന്ന ഇതിൽ എത്താൻ വേണ്ടി ഞാൻ പ്രയത്നിക്കും. അതാണ് എൻ്റെ മൂന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇതിലൂടെ ഇതെല്ലാം ആകുമ്പോൾ നമ്മുടെ ഫാമിലി നല്ലൊരു ഫാമിലി ആവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതാണ് ബേസിക് എൻ്റെ 3 ആഗ്രഹങ്ങൾ കേട്ടോ. അപ്പോൾ ലേഡി ഗുഡ് ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചിട്ടുള്ളത് നിഷ KP ആണ്, 5892. കാഞ്ഞങ്ങാട് എവിടെയാണ് വീട്? ഞാൻ പെരിയയിലാണ് എന്ന് പറഞ്ഞിട്ട്. കാഞ്ഞങ്ങാട് നമ്മൾ എൻ്റെ ഷോപ്പ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇവിടുന്ന് 10 രൂപ പോയിൻ്റ് ഉണ്ട് ബസ്സിന് പോവുകയാണെങ്കിൽ. മാവുങ്കാല് കഴിഞ്ഞിട്ട് കോട്ടപ്പാറ എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ വീട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അതായത് ഞാൻ കണ്ടുപിടിച്ചത്തേക്ക് ഹൗസ് ഇനി എത്രയിലോട്ടാണ് എന്നാണ് ചോദ്യം. എത്രാം ക്ലാസ്സിലേക്കാണ് ഇനി പോണത് എന്നാണ്. ഇതേതോ കുട്ടി എഴുതിയാന്ന് തോന്നുന്നത്. കുഞ്ഞുമോൻ VC എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹൗസ് ഇനി എത്രാം ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്? ഇനി 7th ഹൗസ് പോകേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമ്മൂസ് ഒഫീഷ്യലാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗസ് എങ്ങനെയാണ് ഡാൻസിലേക്കുള്ള താല്പര്യം തുടങ്ങിയത്? കലാപരമായിട്ടുള്ള ഹൗസ് കുറേ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാ ഇൻ്റർവ്യൂ അങ്ങനെ വൈറലൊന്നും ആവാത്തതുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഹൗസ് ആക്ടിങ് ഒക്കെ 1.5 വയസ്സിലേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് 3.5 വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഹൗസ് മോനെ ഒച്ചയാക്കല്ല അടുത്തുള്ള ഒരു ഡാൻസ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത്. 4 വയസ്സ് 3.5 കഴിഞ്ഞ് 4 വയസ്സാകുമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു ചെറിയ കുട്ടികളെ ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ സ്കൂളിലേക്ക് പോയിട്ട് അവർ പറഞ്ഞു കുട്ടി കളിക്കുവാണെങ്കിൽ ഞങ്ങൾ കളിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാട്ടൊക്കെ വെച്ചിട്ട് കളിക്കുന്നുണ്ടെന്ന് കളിപ്പിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഒരാഴ്ച ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൊച്ചു വലുതായിട്ടാകുമ്പോൾ ചെയ്യും. അങ്ങനെ കൊണ്ട് ചേർത്തിട്ടാകുമ്പോൾ അവർ പറഞ്ഞു കുട്ടി നല്ല കളിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുത്ത പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 4 വയസ്സിലാണ്, 3.5 കഴിഞ്ഞതേ ഉള്ളൂ, 4 വയസ്സായില്ല, അതിന് മുമ്പേ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡാൻസിൽ കഴിവ് മനസ്സിലായത്. പിന്നെന്താണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അത് കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ആരോഷ് നായർ എന്നാണ് ചോദിച്ച ആളുടെ ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ്, ഗോൾ എന്താണ്, അംബീഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പറയാം. ഹൗസിൻ്റെ അംബീഷൻ എന്താണ്? അംബീഷൻ കലാപരമായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ അതായത് ഈ വിദ്യാഭ്യാസപരമായിട്ട് ഡോക്ടർ ആവണം എന്നുണ്ട്. IAS എടുക്കണം, IPS എടുക്കണം, ഇല്ല ഏതെങ്കിലും ഒന്ന് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഞാൻ പഠിക്കുന്നുണ്ട്. ഡോക്ടർ ആവണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്തുകൊണ്ട് ഡോക്ടർ ആവണം എന്നില്ല ആഗ്രഹം? അത് നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് അവിടെ ചികിത്സ ഫ്രീ ആണ്. ഞാനും ചികിത്സ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത് ഡോക്ടർ ആയതിനു ശേഷം. അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ ഫ്രീ ആണ്. പക്ഷെ അവര് ചികിത്സിച്ചതിന് ശേഷം കൊടുക്കുന്ന മരുന്ന് അത് പുറത്തുനിന്ന് വാങ്ങാനാണ് പറയല്. നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളില് അങ്ങനത്തെ മരുന്നൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ
നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ പൈസ മൊത്തം ചെലവാകുന്ന തന്നെയാണ്. അപ്പോൾ ചികിത്സയും എൻ്റെ അടുത്ത് ഞാൻ ഡോക്ടർ ആയതിനു ശേഷം ചികിത്സയും ഫ്രീ ആണ്, അതേപോലെ തന്നെ മെഡിസിൻസും ഫ്രീ ആണ്. മോനെ ഒച്ചയാക്കല്ലടാ മോനെ. അപ്പോൾ ഹൗസ് നല്ലൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഏകദേശം മരുന്നുകളും അത്യാവശ്യം മരുന്നുകൾ മാത്രമേ ഗവൺമെൻറ് ആശുപത്രി കിട്ടാറുള്ളൂ. ബാക്കിയൊക്കെ അവർ പുറത്തെഴുതി തരും. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഗവൺമെൻറ് ആശുപത്രി ആകുമ്പോൾ പോണത് തന്നെ എന്താണ് മോനെ ഒന്ന് പറഞ്ഞോട്ടിടാ. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രി പോയി കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് ഫ്രീ, കുറച്ച് മരുന്ന് ആവശ്യമുള്ള മരുന്ന് മാത്രം, അത് അത്യാവശ്യമുള്ള 1-2 മരുന്നുണ്ട്, ബാക്കി 3 മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ഞാൻ വിചാരിക്കാറുണ്ട് അതിനെ കൊണ്ട് എന്താ ഇപ്പം ഇല്ലയെന്ന് വെച്ചെങ്കിൽ ആ മരുന്ന് ഇവർക്ക് മുകളിൽ അറിയിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് ഇങ്ങോട്ട് എത്തിക്കുമായിരിക്കും. ഗവൺമെൻറ് ആശുപത്രിയാണ് നമ്മൾ അതല്ല പ്രതീക്ഷിക്കുക. അപ്പം എന്തായാലും ഇപ്പോഴേ അങ്ങനെയൊക്കെ ഒരു കാര്യം ചിന്തിച്ചാൽ ഞാൻ പ്രൗഡ് അവിടെ. എന്തായാലും പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹെയർ കെയർ സീക്രട്ട് പറയുന്നു. ഹെയർ കെയർ സീക്രട്ട് ഞാൻ പറയാം. അതായത് ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചായിട്ട് അങ്ങനെ എണ്ണകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് തന്നെ കൊളാബായിട്ട് കുറേ എണ്ണകളൊക്കെ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും റിസൾട്ട് ഓക്കെ ആണെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യാമെന്ന് പറയാറുണ്ട്. അങ്ങനെ കുറേ എണ്ണം വന്നിട്ട് എനിക്ക് അത് ഓക്കെ അല്ലാതെ തന്നെ ഞാൻ ചെയ്തില്ല. പൈസയൊക്കെ നല്ല എമൗണ്ട് നമുക്ക് അറിയാമല്ലോ, നമ്മളെ പരസ്യം ചെയ്യേണ്ട നല്ല എമൗണ്ടൊക്കെ കിട്ടും. ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ മുടിയൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്പാ ചെയ്ത് കൊടുക്കാറുണ്ട്. ഹെയർ സ്പാ ചെയ്യും. കഴുകും. പിന്നെ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത്. ഒരു കോമൺ ക്വസ്റ്റ്യൻ കൂടി, വണ്ണം വയ്ക്കാൻ ടിപ്പ് അറിയുമെന്ന്. വണ്ണം വയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബ്യൂട്ടീഷ്യനായിട്ട് ഹെൽത്തിൻ്റെ കാര്യങ്ങളും കൂടി പറയാറുണ്ട്. സാധാരണ എല്ലാവർക്കും അത് ഓക്കെ ആവുമെന്ന് അറിയില്ല. 1 ഗ്ലാസ് പാലെടുക്കുക, അതിലേക്ക് ശരിക്കും പാലും ഫ്രൂട്ട്സും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എന്നാണ് പറയല്ലേ ശരിക്കുമോനെ? അത് ഒച്ചയാക്കുമ്പോൾ ഇതിൽ മൈക്കിൽ കേൾക്കൂടാ അച്ഛ. അപ്പോൾ ഒരു പഴം എടുക്കുക, 1 ഗ്ലാസ് പാലെടുക്കുക, അതിലേക്ക് ബദാം, അണ്ടിപ്പരിപ്പ് 4 വീതം, പിന്നെ ഈത്തപ്പഴം ഒരു 4 ഇതൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് അതിൻ്റെ കൂടെ പച്ചക്കളർ പഴത്തിൻ്റെ പേരെന്ത്, അവോക്കാഡോൻ്റെ ഒരു അവോക്കാഡോൻ്റെ പകുതി ഇട്ടിട്ട് അടിച്ചിട്ട് ഡെയിലി 1 മാസം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തടി നല്ല ഉഷാറാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനൊക്കെ അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ മെലിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബിഫോർ ഫോട്ടോ ആഫ്റ്റർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടറിയാം. ഇവിടെ ഒന്നുമില്ല, മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ തടി വെപ്പിച്ചതായിരുന്നു കല്യാണ സമയത്ത്. പിന്നെ ഡെലിവറി ആയിട്ട് ഞാൻ വീണ്ടും മെലിഞ്ഞു. പിന്നെ വീണ്ടും ഞാൻ തടി വെച്ചതാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും ചിലപ്പോൾ ഓക്കെ ആവണമെന്നില്ല, എന്നാലും ഒരു 80% ആൾക്കാർക്കും തടി വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതപ്പോൾ എപ്പോഴും കഴിക്കണം. 1 മാസം വരെ കഴിച്ചു നോക്കിയാണ് തടി വരും. പിന്നെ നമ്മൾ ഭക്ഷണം ഡെയിലി. പിന്നെ പറയണം ഹൗസിൻ്റെ നെക്സ്റ്റ് മൂവി ഏതാണ് അമൽ ബാബു ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മൂവി നമ്മളിപ്പോൾ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. ഏത് മൂവി ഹൗസ്? സന്തോഷ് സാറിൻ്റെ ആണ്. ചന്ദ്രോത്ത് മനയുടെ പൂജയാണ് കഴിഞ്ഞത്. അതിൻ്റെ ഷൂട്ട് നടക്കാനുള്ളതാണ്. അപ്പോൾ അതാണ് അടുത്ത മൂവി എന്ന് പറയുന്നത്. പിന്നെ JP പ്രകാശ് ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും അടിച്ചു വിളിക്കുക എന്ന് പറഞ്ഞിട്ട് സ്റ്റാച്യു ഓഫ് വിഡ്സം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കന്യാകുമാരി പോയപ്പം അവിടെ വിവേകാനന്ദ പാറൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റാച്യു ആണിത്. അപ്പം വിവേകാനന്ദ പാറയെന്ന് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളിൽ ഗ്ലാസ് ബ്രിഡ്ജിലെ കൂടി നേരെ പോയാൽ തന്നെ അവിടത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ നല്ല വ്യൂ ആണ്, നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുണ്ട്. കന്യാകുമാരി യാത്ര പോയതിൻ്റെ വീഡിയോനകത്ത് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നജ്മൻ നിയാസ് ഹൗസിൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ശേഷം ഒരു ലോഡ്ജിൽ താമസിച്ചതും ദുരിതങ്ങൾ അനുഭവിച്ചതും ഒക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ സ്വന്തം വീടില്ലേ, ഈ നിലയിലെത്തിയതിൽ എങ്ങനെയാണെന്ന് പറയാമോ? മുമ്പ് ആ വീട്ടിലുണ്ടായിരുന്ന അംഗങ്ങൾ എവിടെയാണ്? അങ്ങനെ ഒരു 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. വിവാഹം കഴിഞ്ഞ ശേഷം ഒരു ലോഡ്ജിൽ താമസിച്ചതും ദുരിതം അനുഭവിച്ചതൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ സ്വന്തം വീടില്ലേ? ഇല്ല, സ്വന്തം വീട് ആയിട്ടില്ല ഇതുവരെ. സ്വന്തം വീട് അതാണല്ലോ എല്ലാവരുടെ ഒരു സ്വപ്നം. പലരും പറയാറുണ്ട് ഒരു വീട് കെട്ടുന്നതിലല്ല നമ്മുടെ സ്വപ്നം. പക്ഷേ എന്നൊക്കെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങി അതിലൊരു വീടൊക്കെ വെച്ചിട്ട് താമസിക്കുന്നതാണ് ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത്.
അത് ഇതുവരെ നടന്നിട്ടില്ല, നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ നിലയിൽ എത്തിയത് എങ്ങനെയാണ്, ഏത് നിലയാണെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ ഫേമസ് ആയത്, ഹൗസ് റീച്ച് ആയതും സിനിമയിലൊക്കെ വന്നായിരിക്കും ചോദിന്ന് ഈ നിലയിൽ എത്തിയെന്ന് വിചാരിക്കണം. ഇത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ളൊരു ഞങ്ങളുടെ ഒരു എന്താണ് യാത്രയാണ്. അത് തന്നെ ബേസ് ചെയ്തിട്ടാണ് സിനിമയും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. മുമ്പ് ആ വീട്ടിലുണ്ടായിരുന്ന അംഗങ്ങൾ എവിടെ? അപ്പോൾ ആ വീട്ടിലുണ്ടായ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങളവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലല്ലായിരുന്നുണ്ടായത്, ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുണ്ടായിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഞങ്ങളിപ്പോൾ ഉള്ള വീട്ടിലുണ്ടായിരുന്നത് ഭർത്താവിൻ്റെ ചേച്ചിയും അമ്മയും അച്ഛനും മക്കളും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ വീട്ടിലുള്ളവർ ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ വാടകയ്ക്കായിരുന്നു താമസം. നമ്മൾ ആ വീട്ടിൽ വന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് വന്നത്. കൊറോണ ഒക്കെ സമയത്താണ് നമ്മൾ വാടക വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് വന്നത്. അത് ആ വീടിലുണ്ടായ ചേച്ചിയും അമ്മയും മക്കളും ഭർത്താവൊക്കെ ഒരു മുകളിലൊരു വീട് കെട്ടിയിട്ട്, ഞങ്ങളുടെ ഒരു കുന്നിൻ്റെ മുകളിലാണ്, കുന്നിൻ്റെ താഴെയാണ് വീട്. അപ്പോൾ കുന്നിൻ്റെ മുകളിൽ വീട് കെട്ടിയിട്ട് അവർ പോയപ്പോൾ ആ വീട് അടച്ചിടുകയായിരുന്നു. അപ്പോൾ ഇളയപ്പനും അവരൊക്കെ പറഞ്ഞു, അവർ നമ്മൾ വാടകയ്ക്കല്ലേ, അവരിവിടെ വന്നിട്ട് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് വന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ആ വീട് താമസിക്കുന്നത്. വന്നതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ആ വീട് ഫുള്ളൊന്ന് പെയിൻ്റൊക്കെ ചെയ്ത് അടുക്കള കെട്ടി, ഒരു ബാത്റൂം കെട്ടി. കാരണം ബാത്റൂമൊക്കെ കുറേ ദൂരമായിരുന്നു. അപ്പോൾ അവിടെ കെട്ടി ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത്. അവരൊക്കെ ചേച്ചി വീട് കെട്ടിയിട്ട് പോയി അവിടെ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം അമ്മ ഇടയ്ക്ക് താഴെ വരും, താമസിക്കൊന്നുമില്ല. രാവിലെ വന്നിട്ട് ഇടയ്ക്ക് കുറച്ച് സമയം ഇരുന്നിട്ട് പോവും, വൈകുന്നേരം വന്നിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് പോവും. അപ്പോൾ വീട്ടിലുണ്ടായ അംഗങ്ങൾ പറഞ്ഞല്ലോ. ബാക്കി ഒരുപാട് ഇഷ്ടം എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, രാജലക്ഷ്മി ഇ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമസ്തേ ആവണി എന്ന് പറഞ്ഞിട്ടുണ്ട്, മോഹനൻ എസ്. ആവണിക്ക് സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. പിന്നെ ചേച്ചിയുടെ സ്വന്തം നാട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? രേഷ്മ ശരത്ത് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീട് പെരിയാണിടാ. വീട്ടിൽ അമ്മയും അച്ഛനും ആണ് താമസം. പിന്നെ ഞാൻ അവിടെ വല്ലപ്പോഴും പോകാറുണ്ട്. പിന്നെ യൂസഫ് പാറപ്പുറത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ കിട്ടി ഈ തങ്കക്കുടത്തിന്? എനിക്ക് 2 തങ്കക്കുടം ഉണ്ട്, ഏത് തങ്കക്കുടത്തിനാണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ പറയും. പിന്നെ ബേസ് ഡിയോ അങ്ങനത്തെ ബേസ് ഡിയോ പേര് ഏത് ഇത് പേരെന്താന്നത്? അങ്ങനെ എന്തോ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഷീക്കു എന്താ വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അജിത ചിദംബരൻ. ഷീക്കുവിൻ്റെ വയസ്സ് പറയണത് ഇപ്പോൾ 6 ഏജ് ആയതേ ഉള്ളൂ. നമ്മൾ വീഡിയോ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ വരില്ല. അവന് മൂഡ് തോന്നിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്യാമറയും കൊണ്ട് പോകണം. അപ്പം വീഡിയോ എടുക്കുക പറഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ എടുക്കും. അവൻ്റെ 2-3 റീൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പാട്ടെല്ലാം പാടി ഡാൻസ് ഒക്കെ കളിക്കുന്ന വീഡിയോസ് ഉണ്ട്. അവന് മൂടുണ്ടെങ്കിൽ അവൻ അടിപൊളിയായി ചെയ്യും. പഴയ വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷെ അവന് മൂഡ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ബോക്സ് പൊട്ടിച്ചാ? സ്കൂള് തുറന്നിട്ടില്ല മോനെ. അപ്പോൾ ഇതായിരുന്നു ചോദ്യങ്ങള്. അപ്പോൾ ഇത്രേ ചോദ്യമുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ റിപ്ലൈ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത Q&Aയിൽ ഞങ്ങൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കണ്ടെന്നേരായില്ലേ? അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.